അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 99. മുകളിലെ റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് ലച്ചുവിന് റൂം തുറന്നു കിടക്കുന്നത് ജ്വാല കണ്ടത്. സംശയത്തോടെ അവൾ അങ്ങോട്ടേക്ക് നടന്നു. ബെഡിൽ തലതാഴ്ത്തിയിരിക്കുന്ന വ്യാസിനെ കണ്ട് അവളൊരു പുഞ്ചിരിയോടെ അവന്റെ അടുത്തേക്ക് നടന്നു. അരികിൽ അവൾ വന്നിരുന്നിട്ടും വ്യാസൊന്നും അറിഞ്ഞിരുന്നില്ല. അവള് പതിയെ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അവന്റെ തോളിലേക്ക് ചാരിയിരുന്നു. ഏതോ ഓർമ്മയിലായിരുന്ന വ്യാസ് ഒന്ന് ഞെട്ടിപ്പോയി. തന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നവളെ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. ഉറങ്ങാറായില്ലേ മോളെ? ഉറങ്ങണം. ഏട്ടൻ ഉറങ്ങുന്നില്ലേ? അവൾ തിരികെ ചോദിച്ചു. ഉറങ്ങണം. ഉറങ്ങുന്നതിന് മുന്നേ ഇവിടെ വന്ന് കുറച്ചേരം ഇങ്ങനെ ഇരിക്കും. അത് വല്ലാത്തൊരാശ്വാസാ മനസ്സിന്. അവന്റെ വാക്കുകളിൽ ഇടർച്ച. ജ്വാലയ്ക്കത് മനസ്സിലായി. മീനുവിനോട് ദേഷ്യമാണോ ഏട്ടാ? ജ്വാല ചോദിച്ചു. എന്തിനാടാ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അത് ലച്ചുവിനോട് അവള് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട്. ജ്വാല പതിയെ പറഞ്ഞതും വ്യാസൊന്ന് പുഞ്ചിരിച്ചു. ഇല്ല മോളെ, ദേഷ്യമൊന്നുമില്ല. അവൻ പറഞ്ഞതും അവള് സംശയത്തോടെ അവനെ നോക്കി. അവൻ അപ്പോഴും പുഞ്ചിരിയോടെ ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്തിനാ അവളോട് ദേഷ്യമുള്ളതുപോലെ കാണിക്കുന്നേ? അവൾ അവനെ നോക്കി പുരികമുയർത്തി. വെറുതെ. അവൻ നേർമയായി പുഞ്ചിരിച്ചു. ഏട്ടാ, അത് മീനു. അവള് പാവാ. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. പക്ഷെ അതിനുശേഷം അവള് ലച്ചുവിനെ നേരിട്ട് കണ്ടിരുന്നു. അവര് തമ്മില് സംസാരിച്ചിരുന്നു. ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. പിണക്കൊക്കെ മാറ്റിയത് അവര് തമ്മില്. ജ്വാല പറഞ്ഞുകൊണ്ട് അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖത്തെ പുഞ്ചിരി ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. ഏട്ടാ, അത് കണ്ട് ജ്വാല വിളിച്ചു. അറിയാ, എല്ലാം എനിക്കറിയാ. അവൻ പറഞ്ഞതും അവൾ അവനെ അമ്പരപ്പോടെ നോക്കി. എന്താ, എല്ലാം അറിയായിരുന്നോ? അവൾ അവനെ മിഴിച്ചു നോക്കി. വ്യാസ് അവളെ നോക്കി കണ്ണു ചിമ്മി. അറിയായിരുന്നു, എല്ലാം എനിക്ക് അറിയായിരുന്നു. അന്ന് മീനാക്ഷി ലച്ചുവിനെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞ ശേഷം അവൾ എന്നോട് സമ്മതം വാങ്ങിച്ചിട്ടാ മീനാക്ഷിയെ കാണാനായി പോയേ. വ്യാസ് പറഞ്ഞു നിർത്തി. ജ്വാല വാ തുറന്നിരുന്നു പോയി. അത് കണ്ട് വ്യാസ് ചിരിയോടെ അവളുടെ വാ അടച്ചു കൊടുത്തു. ഏട്ടാ! ജ്വാല ചിണുങ്ങി. വ്യാസ് അവളുടെ കൈത്താനിയിൽ നിന്ന് വിടുവിപ്പിച്ച് അവളൊരു കൈയാൽ ചേർത്ത് പിടിച്ചു. ദേവേട്ടൻ അറിയോ ഇത്? അവള് ചോദിച്ചു. അറിയാ. അവന്റെ മറുപടി ഒപ്പം തന്നെ എത്തി. ജ്വാല മൂളിയതേയുള്ളൂ. അന്ന് മീനാക്ഷിയോട് സംസാരിച്ചു കഴിഞ്ഞ് തിരികെ വരുമ്പോ തന്നെ ലച്ചു എന്നെ ഫോൺ ചെയ്ത് മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. വ്യാസിന്റെ സ്വരം താഴ്ന്നു പോയിരുന്നു. അപ്പോഴേക്കും ജ്വാല അവനിലേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു. അവന്റെ കൈകൾ അന്നത്തെ ദിവസത്തെ ഓർമ്മകളിൽ വേദനയോടെ ജ്വാലയുടെ തോളിൽ മുറുകി. വ്യാസ് പറയാൻ തുടങ്ങി. അന്ന് മീനാക്ഷി അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോ എനിക്ക് എന്തുമാത്രം സങ്കടമായെന്നറിയോ? കുശുമ്പാവാം മോളെ. പക്ഷേ ഇത് ഒരുപാട് കൂടിപ്പോയില്ലേ? എൻ്റെ അനിയത്തിയെ ഞാൻ സ്നേഹിക്കുന്നതിന് പോലും അവൾക്ക്. വ്യാസ് ബാക്കി പറയാൻ സാധിക്കാതെ അസ്വസ്ഥതയോടെ തലതാഴ്ത്തിയിരുന്നു. ഏട്ടാ! ജ്വാല വിഷമത്തോടെ വിളിച്ചു. അന്ന് അത്രയും ദേഷ്യവും സങ്കടവും വന്നതുകൊണ്ടാ ഞാൻ മീനാക്ഷിയെ അടിക്കാൻ പാടില്ലായിരുന്നു മോളെ. അങ്ങനെ പെൺകുട്ടികളെ കൈനീട്ടി അടിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടുമില്ല. ബഹുമാനിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. തെറ്റാ ഞാൻ ചെയ്തേ. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയി. അവന്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വേദന ജ്വാല അവന്റെ നെഞ്ചിലേക്ക് പതിഞ്ഞിരുന്നു. അവിടുന്ന് പോന്ന ശേഷം ലച്ചു എന്നോട് ദേഷ്യപ്പെട്ടു. മീനാക്ഷി അവളുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ പറഞ്ഞേന്ന്. എന്റെ ലച്ചുവിന്റെ അതേ പ്രായം അവൾക്കും. ഇത്രയും പക്വതയോടെ സംസാരിക്കുന്ന എന്റെ അനിയത്തിയുടെ അത്ര പോലും ബോധം അവൾക്കില്ലേന്നാ ഞാനപ്പോ ചിന്തിച്ചേ. ഞാൻ അഗ്നിയുടെ ഓഫീസിലാ വർക്ക് ചെയ്തിരുന്നേ. മീനാക്ഷിയോടുള്ള ദേഷ്യം കാരണം അവിടുത്തെ ജോലി വേണ്ടാന്ന് വെച്ച് എന്റെ വേറൊരു ഫ്രണ്ടിന്റെ ഓഫീസിലെ അക്കൗണ്ടന്റായി കയറി. അഗ്നിക്കത് വിഷമുണ്ടായി കാണും. പക്ഷേ അവൻ എന്നെ എതിർത്തില്ല. നിന്റെ സന്തോഷം എന്താണോ അതുപോലെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഒരു രാത്രിയിലും എനിക്ക് നേരാവണ്ണം ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. ഉറങ്ങാൻ കിടന്ന ഞാൻ തല്ലിയപ്പോ എന്നെ കണ്ണു നിറച്ച് നോക്കിയവളുടെ മുഖം തെളിയും. എന്നിട്ടും അവളോട് ഒരു ദേഷ്യം തോന്നി. മോളോടെല്ലാം മീനാക്ഷി പറഞ്ഞിട്ടുണ്ടാവൂലോ. അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി അവൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല എന്നാ ഞാൻ ആ നിമിഷം പേടിയോടെ ഓർത്തത്. പക്ഷെ ഒരു ദിവസം മീനാക്ഷി ലച്ചുവിനെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടോട്ടെ ഏട്ടാന്ന് എന്നോട് ചോദിച്ചപ്പോൾ തടയാൻ തോന്നിയില്ല. പക്ഷെ അപ്പോഴും ഒരു പേടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവളെ ലച്ചുവിനെ വഴക്ക് പറയുമെന്ന്. എങ്കിലും എതിർത്തില്ല. പിറ്റേന്ന് മീനാക്ഷിയെ കണ്ട് സംസാരിച്ചു കഴിഞ്ഞ് തിരികെ വരുമ്പോൾ എൻ്റെ ഫോണിലേക്ക് ലച്ചു വിളിച്ചിരുന്നു. എൻ്റെ മോള് അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നടാ. വാതോരാതെ മീനാക്ഷിയെ കുറിച്ച് പറയുന്ന കേട്ടപ്പോൾ മീനാക്ഷിയുടെ അതുവരെ എനിക്ക് തോന്നിയ ദേഷ്യം അലിഞ്ഞുപോയി. പക്ഷെ ഒത്തിരി വൈകിട്ടും ലച്ചു വീട്ടിലെത്തിയില്ല എന്ന് പറഞ്ഞ് അമ്മ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ചെറിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമെന്ന് അവള് എന്നോട് പറഞ്ഞിരുന്നു. എന്നാലും ഇത്രയും വൈകുമോ? പേടിയോടെ അഗ്നിയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൻ എന്നെ വാക്കുകളുകൊണ്ട് സമാധാനിപ്പിച്ചു. അവൻ വരാന്ന് പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും അഗ്നി എത്തി. അവന്റെ മുഖം ആകെ വല്ലാതായിരുന്നു. കണ്ണൊക്കെ കലങ്ങിയിട്ടുണ്ടായിരുന്നു. വ്യാസ് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. എന്നിട്ടും അവനിൽ നിന്ന് തേങ്ങലുയർന്നു. ഏട്ടാ! ജ്വാല കരഞ്ഞുകൊണ്ട് അവനെ വിളിച്ചു.
ഇല്ല, കരയല്ലേ. ഏട്ടൻ അതൊക്കെ ആലോചിച്ചപ്പോ അവൻ ജ്വാലയുടെ തലമുടിയിൽ തലോടി. മനസ്സിൽ അന്നത്തെ നിമിഷം തെളിഞ്ഞു വന്നു. ആകെ തളർന്നതുപോലെ ഇരിക്കുന്ന വ്യാസിന്റെ മുന്നിലേക്ക് അഗ്നി വന്നു. അവന്റെ കണ്ണുകൾ കലങ്ങി ചുവന്നിരിക്കുന്നത് വ്യാസ് അപ്പോഴാണ് കണ്ടത്. വെപ്രാളത്തോടെ അവൻ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു. അഗ്നി, എന്താടാ? എന്താ നിന്റെ മുഖം വല്ലാതെ? വ്യാസ് പേടിയോടെ ചോദിച്ചു. അഗ്നി സങ്കടം അടക്കാൻ എന്നവണ്ണം അവന്റെ കൈകൾ ചുരുട്ടി കാലിൽ അടിച്ചുകൊണ്ടിരുന്നു. അഗ്നി, ചോദിച്ചത് കേട്ടില്ലേ? എന്താടാ? എന്റെ ലച്ചുവിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ഉം. അവൻ ചോദിച്ചതും അഗ്നിയൊന്ന് മൂളി. വ്യാസിന്റെ കണ്ണുകൾ തിളങ്ങി. ആണോ? എവിടെയാടാ? മഴയല്ലേ, പേടിച്ചിട്ട് എവിടെയെങ്കിലും മാറി നിൽക്കായിരിക്കുമല്ലേ? വ്യാസ് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. നീ വാ, പറയാ. അഗ്നി പറഞ്ഞുകൊണ്ട് മുന്നിൽ നടന്നു. വ്യാസ് സംശയത്തോടെ അവനെ നോക്കി അവന് പിറകെയും. അഗ്നിയുടെ കാറിലാണ് അവര് പോയത്. ഡ്രൈവ് ചെയ്യുന്ന അഗ്നിയെ വ്യാസ് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അവന്റെ കണ്ണുകൾ ഇടയ്ക്ക് നിറയുന്നു. വ്യാസിന്റെ ഉള്ളിൽ അത് കാണവേ അകാരണമായ ഭയം നിറഞ്ഞു. അഗ്നി, എന്താടാ? വ്യാസ് പേടിയോടെ ചോദിച്ചു. അഗ്നി മറുപടി പറഞ്ഞില്ല. പക്ഷേ അല്പദൂരം കൂടി പോയതും മഴയുടെ ശക്തി കൂടി. വ്യാസിന്റെ നെഞ്ച് വല്ലാതെ മിടിക്കാൻ തുടങ്ങി. അഗ്നിയുടെ കാറ് പെട്ടെന്ന് നിന്നു. അവൻ വ്യാസിന്റെ മുഖത്തേക്കൊന്ന് നോക്കി കാറിൽ നിന്നും ഇറങ്ങി. വ്യാസ് സംശയത്തോടെ അവനെ ഒന്ന് നോക്കി, പിന്നീട് മുന്നോട്ടും. ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ ഇരുന്നുപോയി വ്യാസ്. ഹോസ്പിറ്റൽ? അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവൻ പേടിയോടെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. അഗ്നി, എന്താണ് ഇവിടെ? വ്യാസ ചോദിച്ചു. വാ. അഗ്നി കൂടുതലൊന്നും പറയാതെ മുന്നോട്ട് നടന്നു. ആ നടത്തം അവസാനിച്ചത് ഐസിയുവിന് മുന്നിലായിരുന്നു. വ്യാസിന്റെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. അഗ്നി, ആരാ ഇവിടെ? നമ്മളെന്തിനാ ഇവിടേക്ക്? വ്യാസ പേടിയോടെ ചോദിച്ചു. ഇത്തവണ അഗ്നിയും മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. വ്യാസിന്റെ കണ്ണുകൾ തുറച്ചു വന്നു. അഗ്നി, എന്താടാ പുല്ലേ? പറയടാ. ആരാ ഇവിടെ? പറയടാ. വ്യാസ് അഗ്നിയുടെ ഷർട്ട് പിടിച്ച് ഉലച്ചു. വ്യാസ്. അഗ്നി പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും അപ്പോഴേക്കും ഒരുപോലെ കരഞ്ഞു പോരുന്നു. അഗ്നി, വ്യാസ് വിളിച്ചു. ആക്സിഡന്റ് ആണടാ. അയ്യോ. വ്യാസ് അവനിൽ നിന്ന് പിടഞ്ഞു മാറി മുഖം പൊത്തി കരയാൻ തുടങ്ങി. അപ്പോഴേക്കും ഐസിയുവിന്റെ ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. അഗ്നി പെട്ടെന്ന് ഡോക്ടർക്ക് അടുത്തേക്ക് ചെന്നു. അയാളുടെ മുഖത്ത് തികഞ്ഞ ഗൗരവം. ഡോക്ടർ, അഗ്നി വിളിച്ചു. അവന്റെ ശബ്ദം കേട്ടതും വ്യാസ മുഖത്തുനിന്ന് കൈമാറ്റി. ഡോക്ടറെ കണ്ടതും അവൻ അയാളുടെ അടുത്തേക്ക് ഓടി. ഡോക്ടർ, എന്റെ ലച്ചുവിന്? അവൻ പേടിയോടെ ചോദിച്ചു. നിങ്ങൾ? അയാളിൽ സംശയം. വേദലക്ഷ്മിയുടെ ബ്രദറാ ഡോക്ടർ. അഗ്നിയാണ് മറുപടി കൊടുത്തത്. ഡോക്ടർ ഒന്ന് മൂളി. ഇവിടെ കൊണ്ടുവന്നത് രണ്ട് ചെറുപ്പക്കാരാ. അയാൾ പറഞ്ഞു. ഇവിടുന്ന് എന്നെ വിളിച്ചിരുന്നു. അഗ്നി പറഞ്ഞു. ലാസ്റ്റ് കോള് നിങ്ങൾക്കായിരുന്നു അല്ലേ ആ കുട്ടി ചെയ്തത്? അതെ ഡോക്ടർ. അഗ്നി പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആ കുട്ടിക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ഇപ്പോ ബോധം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആളുടെ അവസ്ഥ കുറച്ച് സീരിയസാ. ഡോക്ടർ? അഗ്നിയും വ്യാസും ഒരുപോലെ വിളിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. തലയ്ക്കാ പരിക്ക്. അതുകൊണ്ട് എവിടെ കൊണ്ടുപോയാലും ആ കുട്ടിയുടെ കാര്യം. അയാൾ പറഞ്ഞു വന്നത് നിർത്തി. വ്യാസ് അയാളെ നിറകണ്ണോടെ നോക്കി. ആ ചെറുപ്പക്കാർ നിങ്ങളെ വിളിച്ചു പറഞ്ഞ ശേഷം പോയതാണോ? ഡോക്ടർ അഗ്നിയോട് ചോദിച്ചു. അതെ ഡോക്ടർ. ആ കുട്ടിയെ കയറി കണ്ടോളൂ. അറിയിക്കാനുള്ളവരെല്ലാം വിവരം അറിയിച്ചോളൂ. അത്രയും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് നീങ്ങി. തളർച്ചയോടെ വീഴാൻ പോയ വ്യാസിനെ അഗ്നി ചേർത്ത് പിടിച്ചു. അഗ്നി, എൻ്റെ മോള്? വ്യാസ് അവനെ നോക്കി പേടിയോടെ പറഞ്ഞു. നമുക്ക് മോളെ കയറി കാണാടാ. അയ്യോ, വേണ്ട. എനിക്ക് പേടിയാ. അവന്റെ മുഖം പോലും ആകെ മാറിപ്പോയി. അഗ്നി അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. വ്യാസ്, എടാ, നീ ഇങ്ങനെ തളരില്ലേ? എനിക്ക് സഹിക്കുന്നില്ലടാ. നമുക്ക് അവളെ പോയി കാണാം. ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ? അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വ്യാസ് അഗ്നിയുടെ പുറത്ത് കൈകൾ അമർത്തി. എനിക്ക് വെയ്യ അഗ്നി. വ്യാസ് അവനിൽ നിന്ന് അകന്നു മാറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അഗ്നി അത് ശ്രദ്ധിക്കാതെ അവനെ ചേർത്ത് പിടിച്ച് ഐസിയുവിന്റെ അകത്തേക്ക് കയറി. ഐസിയുവിനകത്തെ നിശബ്ദത വ്യാസിനെ കൂടുതൽ ഭയപ്പെടുത്തി. മുന്നോട്ട് നടക്കുന്തോറും തലയിൽ വലിയ കെട്ടുമായി കിടക്കുന്ന ലച്ചുവിനെ കണ്ട് അവന്റെ ശരീരം വിറച്ചു. മോളെ, ലച്ചു. അവൾക്കടുത്തെത്തിയതും വ്യാസ് അവളെ വിറയലോടെ വിളിച്ചു. അഗ്നി അവനെ പിടിച്ച് ചെയറിലിരുത്തി. അവളുടെ കൈകൾ പതിയെടുത്ത് വ്യാസ് അതിൽ മൃദുവായി തലോടി. കണ്ണുനീർ അവളുടെ കൈകളിലേക്ക് ഇറ്റുവീണു. മോളെ, കണ്ണ് തുറക്കു കുഞ്ഞെ, ഏട്ടനാ. വ്യാസിന്റെ ചുണ്ട് വിതുമ്പിയപ്പോ സ്വയം തന്റെ കരച്ചിലടക്കാൻ അഗ്നി അവന്റെ വാ പൊത്തിപ്പിടിക്കുകയാണ് ചെയ്തത്. ലച്ചു പതിയെ കണ്ണു തുറന്നു. ഏട്ടാ, അവള് വിളിച്ചു. വ്യാസും അഗ്നിയും അവളുടെ മുഖത്തേക്ക് നോക്കി. മോളെ ലച്ചു, എന്താ അതൊക്കെ?
വ്യാസ് വിങ്ങിപ്പൊട്ടി. അവളുടെ കണ്ണുകളും നിറയുന്നുണ്ട്. പക്ഷെ വേദനയ്ക്കിടയിലും അവളൊന്ന് പുഞ്ചിരിച്ചു. ഏട്ടാ, ഞാൻ ഞാൻ പോവാ. എൻ്റെ ഏട്ടൻ വിഷമിക്കരുത്. അവൾ വാക്കുകൾ പെറുക്കിക്കൂട്ടി പറഞ്ഞു. വ്യാസ് അവളുടെ കൈ ചുണ്ടോട് അടുപ്പിച്ച് വിതുമ്പി. അങ്ങനൊന്നും പറയല്ല മോളെ, വ്യാസ് കരഞ്ഞോണ്ട് പറഞ്ഞു. അവൾ അഗ്നിയെ നോക്കി. ലച്ചു, അഗ്നി വിളിച്ചു. എൻ്റെ എൻ്റെ ഏട്ടൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവണം. എൻ്റെ ഏട്ടന് വേറെ ആരുമില്ല മോളെ. അഗ്നി കണ്ണു നിറച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും വ്യാസിനെ നോക്കി. ഏട്ടാ, അവൾ വീണ്ടും വിളിച്ചു. ലച്ചു. അവൻ വിളി കേട്ടു. മീനു, മീനു പാവാ. അവളെ കൂടെ കൂട്ടണം. ഒത്തിരി ഇഷ്ടാ ഏട്ടന് അവൾക്ക്. ഇപ്പോ എന്നെയും. പക്ഷെ ആ സ്നേഹമൊന്നും അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവള് വിതുമ്പി. മോളെ ലച്ചു, അവൻ കരഞ്ഞോണ്ട് വിളിച്ചു. ഞാൻ അഗ്നിയേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മീനു പറഞ്ഞ കാര്യങ്ങള്. അവളെ സ്നേഹിക്കണം. അത് മറ്റൊരു ലോകത്തിരുന്ന് എനിക്ക് കാണണം. പാവ അവള്. അവളുടെ കണ്ണുകൾ അടയാൻ തുടങ്ങി. ലച്ചുമോളെ, വ്യാസ് പേടിയോടെ വിളിച്ചു. ഏയ് ഒന്നുമില്ല. അവൾ ഒരിക്കലും ഏട്ടനിട്ടിട്ട് പോവില്ല. അത്രയ്ക്ക് ഇഷ്ടാ അവൾക്ക്. കുശുമ്പിയാ, എന്നാലും സാരമില്ല. ഒത്തിരി സ്നേഹമുള്ളവളാ. ഏട്ടൻ ഏട്ടന് ഇഷ്ടാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പിറകെ നടന്ന് വളയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളോട്. ലച്ചു ചിരിച്ചു. കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ട്. മോളെ, ഇനിയൊന്നും സംസാരിക്കല്ലേ. അഗ്നി അവളുടെ കവിളിൽ പതിയെ തൊട്ടു. മുഖം മൊത്തം മുറിഞ്ഞ പാടുകളാണ്. അഗ്നിയേട്ടാ, എനിക്ക് ആകെ ഒരു സങ്കടമുള്ളത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനും കൂട്ടായിട്ട് വേറെ ആരും ഇല്ലല്ലോ എന്നുള്ളതാ. അതോർക്കുമ്പോൾ മാത്രം സങ്കടം തോന്നുന്നു. അവള് വിതുമ്പി. മോളെ, ഏട്ടൻ്റെ പൊന്നു മോളെ, ഇങ്ങനൊന്നും പറയല്ലേ. വ്യാസ് അവളുടെ കയ്യിൽ അമർത്തി മുത്തി. പറഞ്ഞോട്ടെ ഏട്ടാ, ഞാൻ അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഏട്ടനെ സ്നേഹിക്കാൻ ഒരനിയത്തിയെ പോലെ. അത് കണ്ട് എൻ്റെ ആത്മാവ് സന്തോഷിച്ചേനെ. അവളുടെ കണ്ണുകളിൽ ഇരുട്ടുമൂടി. നെഞ്ച് ശക്തമായി മുകളിലേക്ക് ഉയർന്നു. അയ്യോ ലച്ചു. വ്യാസ് ചേറിന്ന് ചാടി എഴുന്നേറ്റു. സിസ്റ്റർ. അഗ്നി അലറിക്കൊണ്ട് സിസ്റ്ററെ വിളിച്ചു. നഴ്സ് പേടിയോടെ ലച്ചുവിനെ നോക്കി പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തേക്ക് ഓടി. അഗ്നിയേട്ടാ, എൻ്റെ എൻ്റെ ഏട്ടനെ നോക്കിക്കോണേ, അവൾ അഗ്നിയോട് പറഞ്ഞു. മോളെ, ഏട്ടനുണ്ടാവൂടാ. മോൾക്കൊന്നും സംഭവിക്കില്ല. അഗ്നി കരഞ്ഞോണ്ട് പറഞ്ഞു. ലച്ചു. വ്യാസ് തേങ്ങി വിളിച്ചു. ഏട്ടാ, അമ്മ അച്ഛനെ സമാധാനിപ്പിക്കണം. ഞാൻ ഞാൻ പോവാ. അത്രയും പറഞ്ഞപ്പോഴേക്കും ലച്ചു ശ്വാസം ഒന്നാകെ മുകളിലേക്ക് വലിച്ചു. നെഞ്ച് ശക്തമായി മുകളിലേക്ക് ഉയർന്നുകൊണ്ട് താഴേക്ക് അമർന്നു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. പതിയെ അവളുടെ ശരീരത്തിൽ നിന്നും അവസാന ശ്വാസവും നിലച്ചുപോയി. ലച്ചു. വ്യാസ് അലറി. അഗ്നിയും ആകെ പകച്ചുപോയിരുന്നു. അപ്പോഴേക്കും ഡോക്ടറും വന്നു. അവൻ ഡോക്ടറെ നോക്കി. ഡോക്ടർ ലച്ചുവിനെ പരിശോധിച്ചു. അദ്ദേഹം ഒന്ന് നിശ്വസിച്ചു. അയാൾ ലച്ചുവിന്റെ കണ്ണുകൾ അടച്ചു കൊടുത്തു. സോറി. ഡോക്ടറുടെ ശബ്ദം ഏതോ ഗർത്തത്തിൽ നിന്നെന്ന പോലെ വ്യാസ് കേട്ടു. അവൻ അലറിക്കരഞ്ഞു. അവനൊപ്പം അഗ്നിയും. എല്ലാം കേട്ട് കഴിഞ്ഞതും ജ്വാലയും വ്യാസിന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. വ്യാസ് അവന്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. ഒപ്പം ജ്വാലയുടെ കണ്ണുകളും തുടച്ചു കൊടുത്തു. അന്ന് മീനാക്ഷി ലച്ചുവിനെ കാണാൻ വന്നപ്പോ എന്തുകൊണ്ട് അവൾ എൻ്റെ മോളോട് പറഞ്ഞ വാക്കുകളാ എനിക്ക് മനസ്സിലേക്ക് വന്നേ. അതുകൊണ്ട് ആ വിഷമത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പോയി. പക്ഷെ മീനാക്ഷി ബോധം കെട്ട് വീണതും ഞാൻ ഭയന്നുപോയി. അഗ്നി അവളെ ശ്രദ്ധയോടെ റൂമിലേക്ക് എടുത്തുകൊണ്ട് പോയി. അപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇരുന്നു പോയി. പിന്നീട് മീനാക്ഷിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല കുറച്ചു കാലം. അവള് നാട്ടിലേക്ക് പോയി. മാസങ്ങൾ കഴിഞ്ഞു. ഞാൻ പതിയെ വീണ്ടും കൗസ്തുഭത്തിലേക്ക് വരാൻ തുടങ്ങി. എപ്പോഴും മീനാക്ഷിയെ കാണണമെന്ന് തോന്നി. അങ്ങനെ ഒരിക്കല് അവള് വന്നു. അവളെ കണ്ടപ്പോ എൻ്റെ നെഞ്ച് വിങ്ങിപ്പോയി. ആകെ ക്ഷീണിച്ചു പോയിരുന്നു പെണ്ണ്. പിന്നീട് ഒരു മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു അവള്. എന്നെ കാണുമ്പോൾ കണ്ണു നിറച്ച് നിൽക്കുന്ന കാണാം. അത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നും. ഇവിടെ എന്താ അഗ്നി, ഭക്ഷണമൊന്നും കിട്ടില്ലേ? ഓരോന്നുങ്ങളുടെ കോലം കണ്ട പട്ടിണിയാണെന്ന് തോന്നൂലോ. അവളുടെ ശബ്ദമൊന്നും കേൾക്കാൻ വേണ്ടി ഒരിക്കൽ അഗ്നിയോട് അവൾക്ക് മുന്നിൽ വെച്ച് കുറുമ്പോടെ പറഞ്ഞു. ഓടി വന്ന് കവിളൊരു ഉമ്മ വെച്ചു സാധനം. അവൻ ചിരിച്ചു. ജ്വാല കണ്ണു തുടച്ച് നിവർന്നിരുന്നു. എൻ്റെ ലച്ചുവിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പിന്നാലെ നടന്ന് വളയ്ക്കാൻ. നോക്കിക്കോ, ഞാൻ വളയ്ക്കും. ഇത്രയും ദിവസം എങ്ങനെ മിണ്ടെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പൊ നിങ്ങൾ തന്നെ അതിന് അവസരം തന്നില്ലേ. അത്രയും പറഞ്ഞുകൊണ്ട് വീണ്ടും കവിളിൽ ഉമ്മ വെച്ച് അവള് അവിടെ നിന്ന് ഓടിയപ്പോ അഗ്നി അപ്പു അമ്മയും അച്ഛനും അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ മാത്രം ആകെ കിളി പോയ പോലെ. പിന്നെ എപ്പോ വന്നാലും അവൾ അവിടെ ഉണ്ടെങ്കിൽ ഉമ്മ തരും. അവൻ അതും പറഞ്ഞ് ചിരിച്ചു. ഏട്ടൻ അവളോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോ അതോ ദേഷ്യാണോ? ജ്വാല പതിയെ ചോദിച്ചതും വ്യാസ് പുഞ്ചിരിച്ചു.
ഈ ചോദ്യം ഇന്ന് വരെ അഗ്നി എന്നോട് ചോദിച്ചിട്ടില്ല. കാരണം അവനറിയാം എന്നെ. വ്യാസ് കണ്ണു ചിമ്മി. ജ്വാല സംശയത്തോടെ അവനെ നോക്കി. ഇഷ്ടാ, ഇപ്പോഴും ഒരുപാട് ഇഷ്ടാ. അവന്റെ സ്വരം ആർദ്രമായി. ജ്വാലയുടെ കണ്ണുകൾ തിളങ്ങി. സത്യം? പിന്നെന്തിനാ ഈ അകൽച്ച? അവളോട് ദേഷ്യം കാണിക്കുന്ന എന്തിനാ? അവളിൽ സംശയം. അവനൊന്ന് പുഞ്ചിരിച്ചു. അത് മീനാക്ഷി അലച്ചു. എത്രയ്ക്ക് കുശുമ്പില്ലാന്ന് പറഞ്ഞാലും കുശുമ്പി പെണ്ണാ. ഇനിയും മാറാനുണ്ട് അവള്. അപ്പോ അവള് മാറട്ടെ. അല്ലെങ്കിൽ ചിലപ്പോ വീണ്ടും എന്റെ കൈ അവളുടെ കവിളി വീഴും. വ്യാസ ചിരിയോടെ പറഞ്ഞതും ജ്വാലയും ചിരിച്ചു. പിന്നെ അതുമാത്രല്ലാട്ടോ മോളെ കാരണം. അവന്റെ മുഖത്ത് പെട്ടെന്ന് കുറുമ്പ് നിറഞ്ഞു. ജ്വാലയുടെ പുരികം ചുളിഞ്ഞു. അന്ന് അവസാനമായിട്ട് ലച്ചുവിനോട് പറഞ്ഞത്, ഞാൻ മീനാക്ഷിയോട് ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ മീനാക്ഷിയോട് പിറകെ നടന്ന് വളയ്ക്കാൻ അവള് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെന്നാ. അപ്പോ അതൊക്കെ ഒന്ന് കാണാൻ. സത്യം പറയാലോ ലച്ചു, മീനാക്ഷി എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. പിന്നെ അവളെ കാണാനാ ഇന്ന് ഞാൻ അങ്ങോട്ട് വന്നതും. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി. ഇതൊക്കെ ഞാൻ അവളോട് പറയും, ജ്വാല ഭീഷണിയോടെ പറഞ്ഞു. അയ്യോ, ഏട്ടന്റെ നല്ല മോളല്ലേ, പറയല്ലേ കേട്ടോ. അവള് നല്ല കുട്ടിയായി ഏട്ടന് ബോധ്യായ ഏട്ടൻ തന്നെ അവളോട് മനസ്സ് തുറന്നോളാം. അതുവരെ പറയല്ലേ പ്ലീസ്. വ്യാസ് കെഞ്ചി. ജ്വാല ഒന്ന് ആലോചിച്ചു. ശരി ശരി, സമ്മതിച്ചു. അവള് ചിരിച്ചു. വ്യാസ ചിരിയിലേക്ക് തന്നെ നോക്കിയിരുന്നു. എന്താ ഏട്ടാ? അത് കണ്ട് അവള് നിഷ്കളങ്കമായി ചോദിച്ചു. എന്റെ ലച്ചു ഞങ്ങളെ വിട്ടു പോകുമ്പോ അവൾക്ക് ഒത്തിരി സങ്കടമായിരുന്നു. എനിക്കും അച്ഛനും അമ്മയ്ക്കും കൂട്ടായിട്ട് ഒരാളില്ലല്ലോന്ന്. എനിക്കൊരു അനിയത്തി ഇല്ലല്ലോന്ന്. ഇപ്പൊ എന്റെ മോൾക്ക് ഒത്തിരി സന്തോഷമായി കാണും. നീയില്ലേ ഞങ്ങൾക്ക്? വ്യാസ് അവളുടെ കവിളിൽ വാത്സല്യത്തോടെ തഴുകി. ജ്വാല കണ്ണു നിറച്ചുകൊണ്ട് അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. ഞാനുണ്ടല്ലോ, ലച്ചു ഇപ്പോ ഹാപ്പി ആവൂ ഏട്ടാ, അവള് പറഞ്ഞു. വ്യാസ് അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഒരു ബന്ധവും ഇല്ലാത്ത രണ്ടു പേർക്കിടയിൽ ദൈവം ചേർത്ത് വെച്ച ബന്ധം. അതെ, ഹാപ്പി ആവും, അവനും പറഞ്ഞു. ചുണ്ടുകൾ വേർപ്പെടുത്താതെ അങ്ങനെ തന്നെ ഇരുന്നു വ്യാസ്. ജ്വാല അവനെ ചുറ്റിപ്പിടിച്ചു. അവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് വാതിലിന് പുറത്ത് നിന്നിരുന്ന അഗ്നി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് പെട്ടെന്ന് മുകളിലേക്ക് നടന്നു. ഒരേ സമയം സങ്കടവും തന്റെ കുഞ്ഞിനെ ഓർത്ത് ഒരുപാട് സന്തോഷവും തോന്നിയ നിമിഷം. ഇങ്ങിവിടെ വ്യാസിന്റെ ഇടനെഞ്ചിൽ ചേർന്നിരിക്കുന്ന ജ്വാലയെ നോക്കിക്കൊണ്ട് ബെഡിൽ അവന്റെ വലതുവശത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു ലച്ചു. എന്നും തന്റെ ഏട്ടന്റെ വേദനകൾ മാത്രം കേട്ട് അവൾ ആ റൂമിലിരുന്ന് ഒറ്റയ്ക്ക് കരയാറുണ്ടായിരുന്നു. ലച്ചുവിന്റെ കണ്ണുകൾ ഇത്തവണയും നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സന്തോഷം കൊണ്ടാണ്. എന്റെ ഏട്ടനൊരു അനിയത്തിയായി അച്ഛനും അമ്മയ്ക്കും മകളായി എന്നും ജ്വാല ഉണ്ടാവും, ലച്ചു ഉള്ളിൽ പറഞ്ഞു. പതിയെ അവൾ വ്യാസിന്റെ തലയിൽ ഒന്ന് തഴുകി. ലച്ചു, വ്യാസ് വിളിച്ചുപോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനി എനിക്ക് സന്തോഷത്തോടെ പോവാട്ടാ. നിങ്ങളിവിടെ തനിച്ചാക്കി പോവാൻ കഴിയില്ലായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് ഹാപ്പിയാ. ഇനി ഞാൻ ഇവിടെ വേണ്ട. പക്ഷേ ഞാൻ എന്നും കാണും നിങ്ങളെല്ലാവരെയും. പോവാ, അവൾ അവനെ നോക്കി പറഞ്ഞു. വ്യാസ് ഒന്നും കേൾക്കുന്നില്ല. അവൻ ജ്വാലയെ ചേർത്ത് പിടിച്ച് ഇരിക്കുകയാണ്. ലച്ചു, ഞാൻ നോക്കിക്കോളാം ഏട്ടനെ, ജ്വാല മനസ്സിൽ പറഞ്ഞത് ലച്ചു കേട്ടു. അവൾ ചിരിച്ചു. പതിയെ ജ്വാലയുടെ തലയിൽ കൂടി ഒന്ന് തലോടി രണ്ടുപേരെയും കണ്ണിൽ നിറച്ചുകൊണ്ട് ലച്ചു പതിയെ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഹാളിലെത്തിയതും ആ ഏട്ടനെ അനിയത്തി അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ആ നിമിഷം തന്നെ ഈ ലോകത്തിൽ നിന്നും പറഞ്ഞുവിട്ട ഈശ്വരന്മാരോട് അവൾക്ക് പരിഭവം തോന്നി. എങ്കിലും അവൾ നിറഞ്ഞു പുഞ്ചിരിച്ചു. വ്യാസിനെയും ജ്വാലയും ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് ലച്ചു അവിടെ നിന്നും മാഞ്ഞുപോയി സന്തോഷത്തോടെ. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണ് ജ്വാലയും അഗ്നിയും വ്യാസിന്റെ വീട്ടിൽ നിന്നും തിരികെ കൗസ്തുഭത്തിലേക്ക് പോയത്. ജ്വാല പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ വനജയ്ക്കും ചന്ദ്രനും വ്യാസിനും നല്ല വിഷമമായിരുന്നു. ജ്വാലയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. എങ്കിലും അഗ്നി ജ്വാലയെ ചേർത്ത് പിടിച്ച് വീണ്ടും വരാമെന്ന് അവർക്ക് വാക്ക് നൽകി. ഒപ്പം അവരോടിടയ്ക്ക് അങ്ങോട്ടും വരാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖമൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഗ്നിയും ജ്വാലയും വീണ്ടും കൗസ്തുഭത്തിലെത്തി. കോളേജും ഡാൻസ് ക്ലാസ്സും മീനു അപ്പു ഒപ്പം അഗ്നിയുടെ കുറുമ്പുമായി മാറ്റമില്ലാതെ പോയ നാളുകൾ. അതിനിടയിൽ സംഭവിച്ച മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒരിക്കൽ കോളേജ് വിട്ട് പുറത്ത് അഗ്നിയെ കാത്തു നിൽക്കുമ്പോൾ കുറച്ചു മാറി ജ്വാല കിച്ചുവിന്റെ ബേക്ക് കണ്ടു എന്നതാണ്. അടുത്തേക്ക് വരാതെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവൾക്ക് പേടി തോന്നിയെങ്കിലും അവളത് അഗ്നിയോട് പറഞ്ഞില്ല. ഇനി കിച്ചുവിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നീക്കമുണ്ടായാൽ അഗ്നി അവനെ വെറുതെ വിടില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പേടിച്ച് ജ്വാല അഗ്നിയോട് ആ കാര്യം മറച്ചു വെച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മീനു തിരികെ പോയി. അതിനിടയിൽ വ്യാസ് ഇടയ്ക്കെല്ലാം അവിടേക്ക് വന്നു പോയെങ്കിലും അവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലായിരുന്നു. ഇനി വെക്കേഷന് വരാമെന്ന് ജ്വാലയ്ക്ക് വാക്കുകൊടുത്താണ് മീനു തിരികെ പോയത്. തുടരും.